പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ. സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ മംസ് അഥവാ മുണ്ടുനീര് പടർന്നു പിടിക്കുന്നതായി കാണപ്പെടുന്നു. എന്താണ് ഈ അസുഖം, എങ്ങനെയാണ് ഇത് പകരുന്നത്, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മംസ് അഥവാ മുണ്ടുനീര്, ഇതിനെ മുണ്ടുവീക്കം എന്നും പറയുന്നു. പാരോമിക്സോ വൈറസ് പെരോട്ടിഡൈറ്റിസ് വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് ഈ അസുഖത്തെ പരത്തുന്നത്. പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളെയാണ് ഇത് ബാധിക്കുന്നത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. എങ്ങനെയാണ് മുണ്ടുനീര് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? രോഗം ബാധിച്ചയാളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം മൂലമോ വായുവിലൂടെയുമാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. ഏതൊക്കെയാണ് മംസിന്റെ, മുണ്ടുനീരിന്റെ രോഗലക്ഷണങ്ങളെന്ന് നോക്കാം. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സമയം ഏകദേശം 2 മുതൽ 4 ആഴ്ച വരെയാണ്. അതിനുശേഷം പനി, ക്ഷീണം, തലവേദന എന്നിവയുണ്ടാകും. ഇതോടൊപ്പം തന്നെ ഉമിനീർ ഗ്രന്ഥിക്ക് വീക്കമുണ്ടാകുന്നു. മുഖത്തിന്റെ ഒരു വശത്തോ 2 വശത്തോ ഇങ്ങനെ വീക്കമുണ്ടാകാം. വായ തുറക്കുമ്പോഴും അടക്കുമ്പോഴും പ്രയാസം അനുഭവപ്പെടാം. ഇവയൊക്കെയാണ് മുണ്ടുനീരിന്റെ പ്രധാനപ്പെട്ട. എങ്ങനെയാണ് ഈ അസുഖം നിർണയിക്കുന്നത്, മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായും രക്തപരിശോധനയിലൂടെയാണ് ഈ രോഗം മനസ്സിലാക്കുന്നത്. IgM ELISA ടെസ്റ്റിലൂടെയാണ് രോഗം മനസ്സിലാക്കുന്നത്. ഇത് ഒരു വൈറസ് രോഗമായതിനാൽ ആന്റിവൈറൽ ട്രീറ്റ്മെന്റുകളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രോഗബാധിതർ പ്രധാനമായും മറ്റേത് വൈറസ് രോഗത്തെയും പോലെ തന്നെ ആവശ്യത്തിന് വിശ്രമം എടുക്കേണ്ടതാണ്. ഉപ്പുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുക, ഉപ്പുവെള്ളം വായിൽ കൊള്ളുക, പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ ഗുളിക കഴിക്കുക, ഇവയൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ. എങ്ങനെയാണ് ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നത്? കൃത്യമായ ഇടവേളകളിൽ കുത്തിവെപ്പ് എടുക്കുന്നത് വഴി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. കുട്ടികൾക്ക് നൽകി വരുന്ന MMR വാക്സിൻ, മംസ്, മീസിൽസ്, റുബെല്ല വാക്സിൻ നൽകുന്നത് വഴി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.